പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നു. മകളെ രാഹുൽ മർദ്ദിച്ചു. മകൾക്ക് നേരെ ഉണ്ടായ മർദ്ദനത്തിന് രാഹുലിന്റെ അമ്മയുടെ പിന്തുണയുണ്ടായിരുന്നു. കേസുമായി മുന്നോട്ട് പോകും. ഗത്യന്തരമില്ലാതെയാണ് അന്ന് കേസ് പിൻവലിക്കേണ്ടി വന്നത്. ബന്ധം തുടരാൻ മകൾക്ക് താല്പര്യമില്ലെന്നും പിതാവ് പറയുന്നു. ഒരുമിച്ച് പോകാനായിട്ട് തയ്യാറല്ല. അപ്പം ഞാനത് വീണ്ടും എടുത്ത് ചോദിച്ചു. കാരണം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു മൊഴി മാറ്റേണ്ടി വന്ന കക്ഷിയാണ്. അപ്പോൾ അത് അങ്ങനെ ഇനി സംഭവിച്ചാൽ സമൂഹത്തിൽ അത് മോശപ്പേരാകും. അതുകൊണ്ട് നീ ഉറച്ച തീരുമാനം പറയാൻ പറഞ്ഞു. അങ്ങനെ ഉറച്ച തീരുമാനം തന്നെയാണ്. ഇതിൽ മാറ്റമില്ല. കാരണം എനിക്ക് എൻ്റെ ജീവനാണ് വലുത്. രാഹുലിനെ കൂടാതെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ അതിനെല്ലാറ്റിനും സപ്പോർട്ട് നിന്നിട്ടുണ്ട് ഒരു കുടുംബക്കാർ, പ്രത്യേകിച്ച് അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അമ്മ ഒരു പ്രധാന കക്ഷി തന്നെയാണ്. വീണ്ടും ഇങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി അത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിന്റെ നടപടി ഏതായാലും വളരെ നിർണായകമാകും. കാരണം ഇതിനു മുൻപും ഈ കേസ് പരിഗണിക്കപ്പെട്ടപ്പോൾ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം, അത് ഭീഷണിക്ക് വശംവദയായ ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്താലൊക്കെയാണ് പെൺകുട്ടി മൊഴി മാറ്റിയത് എന്നാണ് അന്ന് വാർത്ത വന്നത്. തുടർന്ന് ആ കേസ് കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു കേസ് വരുമ്പോൾ, ഇത്രയധികം ജനശ്രദ്ധ ആകർഷിച്ച കോടതിയിലെത്തിയ ഒരു കേസിൽ വീണ്ടും ആ കുട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ് അവിടെ നേരിടുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. പോലീസിന്റെ നടപടികൾ വളരെ നിർണായകവുമാണ്. മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവതി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം. മകൾ ഫസീലയുടെ മരണകാരണം കണ്ടെത്തണം. തന്റെ മകൾക്ക് സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുതെന്ന് പിതാവ് മുഹമ്മദ് മാനു. മകൾ വീട്ടിൽ സ്ഥിരമായി നിൽക്കാറില്ല എന്നും ജോലിക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്നും പിതാവ് പറയുന്നു. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകും. അനഘ, എന്താണ് കുടുംബം പറയുന്നത്? ഈ മകളുടെ മരണം, ഫസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് പിതാവ് മുഹമ്മദ് മാനു പറയുന്നത്. മകൾ ജോലിക്കായി വിവിധ ഇടങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ ജോലിക്കായി എന്ന് പറഞ്ഞാണ് മരിച്ച ദിവസത്തിന് തലേ ദിവസവും മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ വീട്ടുകാർ അറിയുന്നത് മകളെ മരണ വിവരമാണ്. അങ്ങനെ മരിക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കാര്യവും മകൾക്ക് ഇല്ല എന്നാണ് പിതാവ് പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായി എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും മരണകാരണം എന്ത് എന്നതിന് ഒരു വ്യക്തത വരികയുള്ളൂ. ഈ യുവതിക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്തിട്ടുള്ള യുവാവിന്റെ കാറ് പാലക്കാട് വെച്ച് കണ്ടെത്തിയിരുന്നു. പക്ഷേ യുവാവിനെ കുറിച്ചുള്ള മറ്റൊരു വിവരവും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. യുവാവ് സനൂഫിനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവതിയും സനൂഫും ഒരുമിച്ച് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്തതിന് ശേഷം തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ റൂമിലെ വാടക അടയ്ക്കാനുണ്ട്, അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സനൂഫ് മുറി വിട്ട് പുറത്തു പോകുന്നത്. പിന്നീട് മുറിയിൽ നിന്ന് ഒരു അനക്കവും കേൾക്കാതിരുന്നതോടെ ലോഡ്ജ് അധികൃതർ ചൊവ്വാഴ്ച ലോഡ്ജിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ യുവതിയെ മരിച്ച നിലയിൽ